ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകൾ ബ്ലാക്ക് ബോക്സുകൾക്ക് സമാനം. ഗുരുതര ആരോപണവുമായി രാഹുൽ ഗാന്ധി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ ഇവിഎമ്മുകൾ ഒരു ബ്ലാക്ക് ബോക്സ് ആണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഈ വോട്ടിംഗ് മെഷീനുകളെ വിലയിരുത്താനോ പരിശോധിക്കാനോ ആർക്കും കഴിയില്ലെന്ന് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർന്നുവരുന്നതായും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാതാകുമ്പോൾ ജനാധിപത്യം കപടമായും വഞ്ചനയ്ക്കിരയായും അവസാനിക്കുമെന്നും രാഹുൽ പറഞ്ഞു. സൺഡേ മിഡ് ഡേ എന്ന പത്രത്തിലെ ഇവിഎമ്മുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പങ്കുവച്ചുകൊണ്ടാണ് രാഹുലിന്റെ പ്രതികരണം. മഹാരാഷ്ട്രയിലെ ലോക്സഭാ മണ്ഡലമായ പടിഞ്ഞാറൻ മുംബൈയിൽ 48 വോട്ടുകൾക്ക് വിജയിച്ച ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് രവീന്ദ്ര വൈക്കറുമായി ബന്ധപ്പെട്ട വാർത്തയാണ് രാഹുൽ പങ്കുവച്ചിരിക്കുന്നത്. വൈക്കറിന്റെ ബന്ധുവായ മങ്കേഷ് വസന്ത് പോളിംഗ് സ്റ്റേഷനിൽ മൊബൈലുമായി എത്തിയെന്നായിരുന്നു ആരോപണം. പിന്നീട് ഈ ഫോൺ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല നിർവഹിച്ചിരുന്ന ദിനേശ് ഗുരുവിന് കൈമാറിയെന്നും പറഞ്ഞു. നിലവിൽ മങ്കേഷ് വസന്തിനെതിരെയും ദിനേശിനെതിരെയും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെന്നാണ് റിപ്പോർട്ട്. ഇതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയർന്നത്. ശിവസേന നേതാവിന്റെ ബന്ധു പോളിംഗ് സ്ഥാനിലേക്ക് കൊണ്ടുവന്ന മൊബൈൽ ഉപയോഗിച്ച് എൻഡിഎ സഖ്യം ഇവിഎമ്മുകൾ ഹാക്ക് ചെയ്തുവെന്നാണ് ആരോപണം. നിലവിൽ ഇവിഎം അൺലോക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു OTP ലഭിച്ച ഫോൺ പ്രതിയുടെ പക്കൽ ഉണ്ടായിരുന്നുവോ എന്ന് അന്വേഷിച്ചു വരുന്നതായി പോലീസ് അധികൃതർ അറിയിച്ചു. ഈ വാർത്ത പങ്കുവച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വോട്ടിംഗ് മെഷീനിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വിമർശനങ്ങൾ ഉന്നയിച്ചത്.